തിരുവനന്തപുരത്തും തൃശ്ശൂരും കൊല്ലത്തും വലിയ പ്രതിഷേധമാണ് PSCയുടെ പരീക്ഷാക്രമക്കേടിനെതിരെ യുവമോർച്ച നടത്തുന്നത്. തിരുവനന്തപുരത്ത് BJP നേതാക്കൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പമുണ്ട്. തൃശ്ശൂരിൽ സാനു കെ സജീവുണ്ട്. സാനു, സമരം എങ്ങനെ പുരോഗമിക്കുന്നു? തൃശ്ശൂരിലെ കളക്ടറേറ്റിന് മുന്നിലുള്ള റോഡ് പ്രവർത്തകർ ഉപരോധിക്കുകയായിരുന്നു. അതായത് കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചിന് ശേഷം പ്രകോപനമില്ലാതെ തന്നെ പലകുറി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അതിൽ ഏതാനും ചില പ്രവർത്തകർക്കൊക്കെ പരിക്കേറ്റിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രവർത്തകർ കളക്ടറേറ്റിന് മുന്നിലുള്ള പ്രധാന റോഡ് ഉപരോധിക്കുകയാണ്. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. ആ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവർ ഈ ഒരു പ്രതിഷേധത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് യുവമോർച്ചയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ബലമായി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിനെ തടഞ്ഞുകൊണ്ട് BJPയുടെ മുതിർന്ന പ്രവർത്തകരടക്കം ഇവിടെയുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ പ്രവർത്തകർ സംഘടിച്ചുകൊണ്ട് ഈ ഒരു പ്രധാന കവാടത്തിലേക്ക്, അതായത് കളക്ടറേറ്റിന്റെ പ്രധാന കവാടത്തിലെത്തുകയും അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകർക്കെതിരെ യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് പല കുറി നമ്മൾ കണ്ടതാണ്. അതിഭീകരമായിട്ടുള്ള ജലപീരങ്കി പ്രയോഗത്തിൽ ഏതാനും ചില പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. വനിതാ പ്രവർത്തകർക്ക് അടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ പ്രകോപനമില്ലാതെ എന്തുകൊണ്ട് ഈ ജലപീരങ്കി പ്രയോഗിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ യുവമോർച്ച പ്രവർത്തകർ ചോദിച്ചിരുന്നു. ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ അടക്കം ഇത് ആരാഞ്ഞതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നു. ഇപ്പോൾ യുവമോർച്ചയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റായിട്ടുള്ള മനു പള്ളത്തിനെ പോലീസ് ഈ റോഡ് ഉപരോധ സമരത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ രീതിയിലുള്ള അതുപോലെ തന്നെ പ്രതിരോധം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ആ പ്രവർത്തകരെല്ലാം ഇപ്പോൾ പോലീസ് തൃശ്ശൂരിൽ, തിരുവനന്തപുരത്ത്, കൊല്ലത്ത് വലിയ പ്രതിഷേധം യുവമോർച്ചയുടേത്. കൊല്ലത്ത് നിന്ന് മനോജ് ചേരുന്നുണ്ട്. മനോജ്, അവിടെയും പോലീസ് അതിക്രമം അഴിച്ചുവിടുന്നുണ്ടല്ലോ, എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, ഇപ്പോൾ ഈ പ്രതിഷേധം സംഘർഷത്തിലേക്ക് മാറിയിരിക്കുന്നു. അതായത് പോലീസ് ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ബലപ്രയോഗം നടത്തുന്ന ദൃശ്യങ്ങളാണ്. ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് യുവമോർച്ച നേതൃത്വം പറയുന്നത്. അതായത് PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ഈ പ്രതിഷേധത്തെ ഇത്തരത്തിൽ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രവർത്തകർ കളക്ടറേറ്റിന് മുന്നിലേക്ക് വന്നപ്പോൾ തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് അവരെ തടയുകയും പോലീസ് അവരെ അവിടെ നിന്നും തള്ളി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് കാര്യങ്ങൾ ഇങ്ങനെ മാറിയത്. എന്തായാലും പ്രവർത്തകർ ബാരിക്കേഡ് ഇപ്പോൾ മറിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. പോലീസ് നേരിട്ട് തന്നെ പ്രവർത്തകരെ ഇവിടെ നിന്നും ബലപ്രയോഗത്തിലൂടെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. അതായത് സാധാരണ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുമ്പോൾ അവർക്ക് ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് ഏറെ നേരം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്നാൽ പോലീസ് ഇപ്പോൾ വന്ന ഘട്ടത്തിൽ തന്നെ പ്രവർത്തകർക്ക് നേരെ ഒരു അതിക്രമം നടത്തിയതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ഇവിടെ തന്നെയുണ്ട്. വലിയ പ്രതിഷേധമാണ് ഉയർന്നത് ഈ PSC വിഷയത്തിൽ. അതായത് PSC അഴിമതിക്കാരെയൊക്കെ തുറങ്കിൽ അടയ്ക്കുക, അതോടൊപ്പം തന്നെ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് വിടുക, ഉദ്യോഗാർത്ഥികൾക്ക് നീതി ലഭിക്കുന്നതുവരെ ഈ ഒരു പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് യുവമോർച്ച അറിയിച്ചിട്ടുള്ളത്. യുവമോർച്ചയുടെ സംസ്ഥാന നേതാക്കൾ അടക്കം ഈ മാർച്ചിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. സംസ്ഥാന മീഡിയ കൺവീനറായിട്ടുള്ള നന്ദു പാപ്പനംകൂട്, അതോടൊപ്പം തന്നെ ജില്ലാ പ്രസിഡന്റ് S സുബിൻ എന്നിവരുടെ നേതൃത്വത്തിലൊക്കെയാണ് ഈ പ്രതിഷേധ മാർച്ച് ഇങ്ങനെ തുടരുന്നത്. ഏറെ നേരമായി തന്നെ പ്രവർത്തകർ ഇവിടെ തന്നെയുണ്ട്. വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. എന്തായാലും PSCയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് വലിയ തരത്തിൽ, അതായത് ഗുരുതരമായിട്ടുള്ള ഒരു അഴിമതി ഇതിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് വിടുക, അതോടൊപ്പം തന്നെ ഇന്നും സമരത്തിലൂടെ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് യുവമോർച്ച ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്തെ യുവജനങ്ങളെ, ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് യുവമോർച്ചയുടെ ആരോപണം. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് യുവമോർച്ച പ്രവർത്തകരുടെ തീരുമാനം. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ന് കൊല്ലം കളക്ടറേറ്റിലേക്കും ഈ പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകർ എത്തിയത്. എന്നാൽ പോലീസ് ഈ പ്രവർത്തകർക്ക് നേരെ ബലപ്രയോഗം നടത്തിയതാണ് പിന്നീട് കാര്യങ്ങൾ
കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത്. പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതലായി ഇവിടെ എത്തുകയും ഇവിടെ പ്രവർത്തകരെ ഈ ബാരിക്കേഡിന് സമീപത്ത് നിന്നും തള്ളി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. യുവാക്കളായിട്ടുള്ള പ്രവർത്തകർ, യുവമോർച്ചയുടെ പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ ഇവിടെ നിന്നും മാറ്റാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ശക്തമായത്. എന്തായാലും ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറുന്നുണ്ട്. കളക്ടറേറ്റിനുള്ളിലേക്ക് വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ, യുവതികളായിട്ടുള്ള പ്രവർത്തകരടക്കം ചാടിക്കയറാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസ് അവരെയൊക്കെ ബലപ്രയോഗത്തിലൂടെ ഇവിടെ നിന്നും മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് നേരെയുള്ള പോലീസിന്റെ അതിക്രമത്തിനെതിരെ വലിയ ഒരു ശക്തമായിട്ടുള്ള ശബ്ദം തന്നെയാണ് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഇപ്പോൾ വനിതാ പ്രവർത്തകരടക്കം ഈ മുകളിലേക്ക്, ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയാണ്. ആ പ്രവർത്തകരെയൊക്കെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അവിടെ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേസമയം തന്നെ കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പോലീസ് വല്ലാതെ തന്നെ ഈ കാര്യത്തിൽ, അതായത് യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ച് വരുന്ന സമയത്ത് പോലീസ് അതിനു നേരെ അതിക്രമം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ അടക്കം കാണാൻ സാധിക്കുന്നത്. ബലപ്രയോഗത്തിലൂടെ ഇവിടെ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുമ്പോൾ അവരെ വലിച്ച് താഴേക്കിടാൻ ശ്രമിക്കുന്നു. എന്തായാലും ഈ ഒരു പ്രതിഷേധം ഇവിടെ അവസാനിക്കില്ല എന്ന് തന്നെയാണ് യുവമോർച്ച പ്രവർത്തകർ പറയുന്നത്. കാരണം PSC ഉദ്യോഗാർത്ഥികൾക്ക് നീതി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്നാട്ടിലെ യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരേറെ പ്രതീക്ഷയോടെ കാലങ്ങൾ കാത്തിരുന്ന് വളരെ അധികം പരിശ്രമിച്ചുകൊണ്ടാണ് ഈ പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അവർക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് യുവമോർച്ച വ്യക്തമാക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, ജന്തർ മന്ദറിൽ ഉൾപ്പെടെ സമരം നടന്ന സമയത്ത് കേരളത്തിലെ വിവിധ നേതാക്കളും സാംസ്കാരിക നായരും അതോടൊപ്പം തന്നെ ചലച്ചിത്ര പ്രവർത്തകരുമൊക്കെ ചേർന്ന് വലിയ രീതിയിൽ ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ന് കേരളത്തിൽ ഈ സ്വന്തം ജോലിക്കായി, അതായത് റാങ്ക് ലിസ്റ്റിൽപ്പെട്ടിട്ടും സ്വന്തം ജോലിക്കായി സമരം ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ഈ PSCയിൽ നടക്കുന്ന അഴിമതിക്കെതിരെ ഒരു ശബ്ദം പോലും ഈ സാംസ്കാരിക നായകരുടെയോ അല്ലെങ്കിൽ ചലച്ചിത്ര പ്രവർത്തകരുടെയോ ഭാഗത്തു നിന്നൊന്നും അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ യുവമോർച്ച പോലുള്ള ഈ യുവജന പ്രസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുതന്നെയാണ് ആ ഒരു പ്രതിഷേധം ശക്തമാകുമ്പോൾ അതിനെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും യുവമോർച്ച പ്രവർത്തകർ ഇപ്പോഴും ഈ കളക്ടറേറ്റിന് മുന്നിൽ തന്നെയുണ്ട്, ബാരിക്കേഡിന് മുകളിലുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ വന്നതല്ല തങ്ങളെന്നാണ് പോലീസിനോട് യുവമോർച്ച പ്രവർത്തകർ പറയുന്നത്. നമുക്കിനും ഇതിലും വലിയ ശക്തിയായി തന്നെ ഇവിടെ പ്രതിഷേധം ഉയർത്തും എന്നുള്ളത് തന്നെയാണ് ഇവിടെ യുവമോർച്ച പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. കൃഷ്ണ, കൊല്ലത്ത് വലിയ പ്രതിഷേധം. ദിലീപ് കുറ്റിച്ചൽ തിരുവനന്തപുരത്ത് നിന്ന് ഒപ്പമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, തൃശ്ശൂരിൽ യുവമോർച്ചയുടെ പരീക്ഷാ ക്രമക്കേടിനെതിരായ പ്രതിഷേധം ശക്തമാവുകയാണ്. വീണ്ടും ദിലീപ് കുറ്റിച്ചലിലേക്ക്. ദിലീപ്, തിരുവനന്തപുരത്ത് പ്രതിഷേധം വീണ്ടും ആളിപ്പടരുന്നു.